അലൈക്കും. 7ാം ക്ലാസ്സിലെ താരിഖിലെ പാഠം 9. പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മുഴുവനായിട്ടും നോക്കാം. ഓക്കെ, മുൻപുള്ള വീഡിയോസ് കാണുക, പുസ്തകം തുറന്ന് പിടിക്കുക. പാഠം 9, ഉദാരമത്ത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിൽ ലഭിച്ച അൻസാരി സഹോദരൻ ആരാണ്? സഅദ് ബിൻ റാബിഅ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ എവിടെ വെച്ചാണ് സഅദ് ബിൻ റാബിഅ റളിയല്ലാഹു അൻഹുവിനെ ലഭിച്ചത്? മദീനയിൽ വെച്ചിട്ട്. സഅദ് ബിൻ റാബിഅ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു. സഅദ് ബിൻ റാബിഅ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് എന്തെല്ലാം ആയിരുന്നു? അദ്ദേഹം തന്റെ 2 തോട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നൽകാമെന്നും 2 ഭാര്യമാരിൽ നിന്ന് ഇഷ്ടപ്പെട്ടവളെ നിങ്ങൾക്ക് വേണ്ടി തലാഖ് ചൊല്ലാമെന്നും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് സഅദ് ബിൻ റാബിഅ റളിയല്ലാഹു പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം മറുപടി പറഞ്ഞത്? അല്ലാഹു താങ്കളുടെ കുടുംബത്തിനും സ്വത്തിലും ബർക്കത്ത് ചെയ്യട്ടെ. എനിക്ക് താങ്കൾ അങ്ങാടിയിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് സമ്പാദ്യം ഉണ്ടായപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു. ഉബൈദ് റളിയല്ലാഹു അൻഹു സമ്പാദ്യം ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു വിവാഹം ചെയ്തു. ആ വിവരം അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത്? അല്ലാഹു താങ്കൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ആടിനെ അറുത്തെങ്കിലും വലിമത്ത് നൽകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തത് ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പല സാഹചര്യത്തിലും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തബൂക്ക് യുദ്ധത്തിൽ നൽകിയത് എന്താണ്? തബൂക്ക് യുദ്ധത്തിന് അദ്ദേഹം നൽകിയത് 200 ഊഖിയത്ത് സ്വർണം ആയിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു 200 ഊഖിയത്ത് സ്വർണം നൽകിയത് ഏത് യുദ്ധത്തിനായിരുന്നു? തബൂക്ക് യുദ്ധത്തിൽ. 200 ഊഖിയത്ത് സ്വർണത്തിന് എത്ര ദിർഹം വില വരുമായിരുന്നു? 8000 ദിർഹം വില വരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം നബിയുടെ ഭാര്യമാരുടെ സംരക്ഷണ ചിലവുകൾ വഹിച്ചത് ആരായിരുന്നു? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആരുടെ ചിലവുകളാണ് വഹിച്ചിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം നബിയുടെ ഭാര്യമാരുടെ സംരക്ഷണ ചിലവുകൾ വഹിച്ചിരുന്നു. അശറത്തുൽ മുബശ്ശിരീൻപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് എത്തിയത് എത്രാമത്തെ ആളായിട്ടാണ്? 8ാമത്തെ ആള്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്തിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്? എല്ലാ ഹിജ്റകളിലും എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. എന്നാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്തായത്? ഹിജ്റ 32. എത്രാമത്തെ വയസ്സിലാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്തായത്? 72ാമത്തെ വയസ്സിൽ.
ആരാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരുടെ ജനാസ നിസ്കാരത്തിനാണ് നേതൃത്വം നൽകിയത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഈ പാഠഭാഗത്തിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇനി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.